അൽ ജുംലത്തുൽ ഫേലിയ രണ്ടാമത്തെ യൂണിറ്റ് ജുംല ഫേലിയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ യൂണിറ്റിൽ ഇസ്മിയ ജുംല എന്താണെന്നും അതിൻ്റെ ഘടന എന്താണെന്നും പരിചയപ്പെട്ടു. ഇവിടെ സെന്റൻസിന്റെ രണ്ടാമത്തെ ഇനമായിട്ടുള്ള ഫേലിയ ജുംല അഥവാ വേർബൽ സെന്റൻസ് എന്താണെന്നും അതിൻ്റെ ഘടന എന്താണെന്നുമാണ് നാം പറയുന്നത്. ഫേലിയ ജുംല എന്ന് പറയുമ്പോൾ അൽ ജുംലത്തുൽ ഫേലിയത്തു ഹിയൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബിൽ ഫേലി, ഫേല് കൊണ്ട് ആരംഭിക്കുന്ന സെന്റൻസിനെയാണ് നാം ഫേലിയ ജുംല എന്ന് പറയുന്നത്. ക്രിയ കൊണ്ട് ആരംഭിക്കുന്ന സെന്റൻസിനെയാണ് എന്ത് പറയുന്നത്? വേർബൽ സെന്റൻസ് എന്ന് പറയുന്നത്. യദ്ഖുലു ഫീ തർക്കീബിഹൽ ഫഇലു വൽ ഫാഇലു. ഒരു ഫേലിയ ജുംലയിൽ, ഒരു വേർബൽ സെന്റൻസിൽ അടിസ്ഥാനപരമായിട്ട് രണ്ട് ഘടകങ്ങളാണ് ഉണ്ടാകുക. ഒന്ന് ഫേലും മറ്റൊന്ന് ഫായിലും. ഒരു പ്രവൃത്തിയും ആ പ്രവൃത്തി ചെയ്തയാളും, ക്രിയയും കർത്താവും, വേർബും അതിൻ്റെ സബ്ജക്റ്റുമാണ് എന്ത്? ഒരു വേർബൽ സെന്റൻസിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. ഫേലും ഫായിലും കൂടി ചേർന്നുകൊണ്ടാണ് ഒരു ഫേലിയ ജുംല ഉണ്ടാകുന്നത്. വഖദ് തഹ്തവി അലൽ മഫ്ഊലി ബിഹി. ചിലപ്പോൾ ഇത് കൂടാതെ, ഫേല് ഫായില് കൂടാതെ വേറെയും ചില എലമെന്റുകൾ ഉണ്ടാകും, മഫ്ഊലു ബിഹി പോലെയുള്ള എലമെന്റുകൾ. അത് വിശദമായിട്ട് നമുക്ക് പിന്നീട് പരിചയപ്പെടാം. മഫ്ഊൽ എന്ന് പറയുമ്പോൾ വാഹിദ് ഔ ഇസ്നൈനി, ഒന്നിലധികമോ മഫ്ഊലുകൾ ഉണ്ടാകും. ഹസബൽ മാന വനോഇൽ ഫീലിൽ ലത്തി ഫിൽ ജുംല, ജുംലയിലെ ഫീലിന്റെ ആശയത്തിനനുസരിച്ച് ഒന്നിലധികമോ മഫ്ഊലുകളൊക്കെ ഒരു സെന്റൻസിൽ ഉണ്ടാകാം. എന്ത് തന്നെയായാലും ഒരു ഫീലിന് വേണ്ട അടിസ്ഥാന ചേരുവകൾ എന്ന് പറയുന്നത് ഫീലും അതിന്റെ ഫായിലുമാണ്. അപ്പൊ ഫീൽ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ബ്ലോക്കുകളൊക്കെ പഠിച്ചതാണ്. എന്നാലും ഒന്നുകൂടെ നമുക്ക് പറയാം. മാഹു അൽ ഫീലു. ഫീല് എന്ന് പറഞ്ഞാൽ അൽ ഫീലു ഹുവ കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫീലിൻ ഫി അഹദി മിനൽ അസ്മിനത്തി സലാസ. മൂന്നാലൊരു കാലത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന വാക്കിനെയാണ് നാം ഫീല് എന്ന് പറയുന്നത്. മൂന്നാലൊരു കാലം എന്ന് പറയുമ്പോൾ മാളി, ഹാലിർ, മുസ്തഖ്ബൽ, ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഈ മൂന്നാലൊരു കാലത്തിന്റെ മേൽ അറിയിക്കുന്ന, ഈ മൂന്നാലൊരു കാലത്ത് നടന്ന സംഭവങ്ങളുടെ മേൽ അറിയിക്കുന്ന വാക്കുകളെയാണ് നാം ഫീല് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. ദഹബ സെയ്ദുൻ ഇലൽ മദ്രസ. ദഹബ സെയ്ദുൻ ഇലൽ മദ്രസ. ദഹബ സെയ്ദുൻ ഇലൽ മദ്രസ. സെയ്ദ് മദ്രസയിലേക്ക് പോയി. ദഹബ എന്നുള്ളത് ഫീലാണ്. അത് ഭൂതകാലത്തിന്റെ മേൽ അറിയിക്കുന്ന ഫീലാണ്, മാളിയുടെ മേൽ അറിയിക്കുന്ന ഫീലാണ്. രണ്ടാമത്തെ ഉദാഹരണം യുൽഖിൽ ഉസ്താദുൽ മുഹാദറ. യുൽഖിൽ ഉസ്താദു അൽ മുഹാദറ. ഉസ്താദ് ക്ലാസ് എടുക്കുന്നു. മുഹാദറത്ത് എന്ന് പറഞ്ഞാൽ ലെക്ചർ എന്നൊക്കെയാണ് അർത്ഥം. യുൽഖി അവതരിപ്പിക്കുക, പ്രസന്റ് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ യുൽഖി എന്നുള്ളത് അതെന്താണ്? ആ സെന്റൻസിലെ ഫീലാണ്. തദുല്ലു അല സമനിൽ ഹാലിർ അവിൽ മുസ്തഖ്ബൽ. ഇത് മുളാരിയായ ഫീൽ ആയതുകൊണ്ട് തന്നെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ അത് പ്രസന്റ് ടെൻസിന്റെ മേൽ അറിയിക്കുന്നതാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിന്റെ മേൽ അറിയിക്കുന്നതാണ്. യുൽഖിൽ ഉസ്താദുൽ മുഹാദറ എന്ന് പറഞ്ഞാൽ ഉസ്താദ് ക്ലാസ് എടുക്കുന്നു എന്നും അർത്ഥം ആകാം, അല്ലെങ്കിൽ ഉസ്താദ് ക്ലാസ് എടുക്കും എന്നും ആകാം. രണ്ട് ആശയത്തിനും പോസിബിലിറ്റി ഉണ്ട്. യുൽഖിൽ ഉസ്താദുൽ മുഹാദറ, ഉസ്താദ് ക്ലാസ് എടുക്കുന്നു എന്നുമാകാം, അല്ലെങ്കിൽ ഉസ്താദ് ക്ലാസ് എടുക്കും, ഭാവി കാലത്ത് എടുക്കും എന്നും ആകാം. രണ്ട് തരത്തിലും അതിന്റെ ആശയം വരാം. ഇത് സന്ദർഭത്തിനനുസരിച്ച് ആശയം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. സയുസാഫിറു ഖാലിദ് ഇല ലണ്ടൻ. സയുസാഫിറു ഖാലിദ് ഇല ലണ്ടൻ. ഖാലിദ് ലണ്ടനിലേക്ക് യാത്ര പോകും. അവിടെ മുളാരിയ ഫീലായിട്ടുള്ള യുസാഫിറു ആണ് ആ സെന്റൻസിൽ വന്നിട്ടുള്ളത്. ആ യുസാഫിറുവിന്റെ മുൻപില് തുടക്കത്തിൽ ഒരു സ ചേർത്ത് വന്നിട്ടുണ്ട്. സ എന്നുള്ളത് മുളാരിയ ഫീലിന്റെ മുമ്പിൽ വന്നാൽ അവിടെ ആശയം ഒന്നുകൂടെ സ്പെസിഫിക് ആകും.
യുസാഫിറു എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മുദാരിയ ഫീലാകുമ്പോൾ ഒന്നുകിൽ ഭാവി കാലം അല്ലെങ്കിൽ വർത്തമാനകാലം എന്ന രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ ഇവിടെ സാ ചേർന്ന് വന്നാൽ ഇത് കൃത്യമായിട്ട് ഭാവി കാലത്തിന്റെ മേൽ അറിയിക്കുന്ന ഫീലാണെന്ന് മനസ്സിലാക്കാം. സ യുസാഫിറു യാത്ര പോകും എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ സൗഫ യുസാഫിറു രണ്ടും പറയാം. സൗഫ യുസാഫിറു, സ അല്ലെങ്കിൽ സൗഫ. സ അല്ലെങ്കിൽ സൗഫ ഒരു മുദാരിയ ഫീലിന്റെ കൂടെ ചേർന്ന് വന്നാൽ അത് ഭാവി കാലത്തിന്റെ മേൽ ഫ്യൂച്ചറിന്റെ മേൽ അറിയിക്കുന്ന ഫീലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഒരു ഫീലിയ സെന്റൻസ് ആകുമ്പോൾ അതിൽ വേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫീലാണ്. ഫീലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ ഫീലിന് എന്ത് വേണം? മഫ്ഊല് വേണം, ഫായില് വേണം. ഫീലിന് ഫായില് വേണം, കർത്താവ്, ഒരു പ്രവൃത്തി ചെയ്യുന്നയാൾ വേണം. ദഹബ സെയ്ദുൻ ഇലൽ മദ്രസ എന്ന് പറയുമ്പോൾ അതിലെ ഫായിൽ ഏതാണ്? സെയ്ദ് എന്നതാണ് ഫായില്. അതുപോലെ യുൽഖിൽ ഉസ്താദുൽ മുഹാദറ എന്ന സെന്റൻസിൽ യുൽഖി എന്നത് വെർബാണ്, ഫീലാണ് നമ്മൾ പറഞ്ഞു. അതിന്റെ ഫായിൽ ഏതാണ്? ഉസ്താദ് എന്നുള്ളതാണ്. യുൽഖിൽ ഉസ്താദു. അതുപോലെ മൂന്നാമത്തെ സെന്റൻസ് ആയിട്ടുള്ള യുസാഫിറു സയുസാഫിറു ഖാലിദ് ഇലാ ലണ്ടൻ എന്ന് പറയുമ്പോൾ അതിൽ സയുസാഫിറു എന്നുള്ളത് വെർബാണ്, ഫീലാണ്. അതിന്റെ ഫായില് ഖാലിദ് എന്നുള്ളതാണ്. ഈ മൂന്ന് സെന്റൻസിലും ഫീല് ഫായില് ഈ രണ്ട് ഘടകങ്ങൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ ദഹബ സെയ്ദുൻ ഇലൽ മദ്രസ, ദഹബ സെയ്ദുൻ ഇലൽ മദ്രസ, ആ സെന്റൻസിലെ ഫീല് ദഹബയാണ്, അതിന്റെ ഫായില് സെയ്ദുൻ എന്നുള്ളതാണ്. ഫായില് മർഫു ആണെന്ന് നമ്മൾ പറഞ്ഞു. ഫായിലിന് ഇറാബ് റഫ് ആണ്. അതുകൊണ്ടാണ് ദഹബ സെയ്ദുൻ എന്ന് തന്നെ വായിക്കണം, ലമ്മോടുകൂടി വായിക്കണം. അതുപോലെ യുൽഖിൽ ഉസ്താദുൽ മുഹാദറ, അവിടെ യുൽഖി എന്നുള്ളത് ഫീലാണ്, ഉസ്താദ് എന്നത് ഫായിലാണ്. അതുകൊണ്ട് തന്നെ ഫായിലിന് റഫ് ലമ്മ് ചെയ്യണം, യുൽഖിൽ ഉസ്താദു എന്ന് തന്നെ വായിക്കണം. പിന്നെ സയുസാഫിറു ഖാലിദുൻ ഇലാ ലണ്ടൻ, സയുസാഫിറു ഖാലിദുൻ, ഖാലിദാണ് ഫായില്, അതുകൊണ്ട് ഖാലിദുൻ എന്ന് തന്നെ വായിക്കണം. ഇത്രയുമാണ് ഒരു ഫീലിയ സെന്റൻസിന്റെ ഘടനയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചില എക്സസൈസുകൾ നോക്കാം. ഒന്നാമത്തേത് ഹദ്ദിദ് അർക്കാനൽ ജുംലത്തിൽ ഫീലിയ റഈസിയ ഫീമാ യഅതി. താഴെ കൊടുത്ത ഫീലിയ ജുംലകളുടെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്, അതായത് ഫീലും ഫായിലും ഏതാണെന്ന് പറയണം. ഒന്നാമത്തെ സെന്റൻസ് യഗൂസു സമക്കു ഫിൽ മാഇ, യഗൂസു സമക്കു ഫിൽ മാഇ, മത്സ്യം വെള്ളത്തിൽ ആഴ്ന്നിറങ്ങുന്നു. യഗൂസു എന്നുള്ളതാണ് ഫീല്. യഗൂസു ഫീല്, യഗൂസു ഫീല്, അസ്സമക്കു എന്നത് ഫായിലാണ്. അപ്പോൾ ഫീലും ഫായിലുമായി. ഇനി അടുത്തത് യജ്ലിസു ഖാലിദുൻ അമാമ തിൽഫാസ്, യജ്ലിസു ഖാലിദുൻ, ഖാലിദ് ഇരിക്കുന്നു, അമാമ തിൽഫാസി, ടെലിവിഷന്റെ മുമ്പിൽ. അവിടെ യജ്ലിസു എന്നത് ഫീലാണ്, ഖാലിദ് എന്നുള്ളത് അതിന്റെ ഫായിലുമാണ്. തഖറഉ സൈനബ് അസ്സഹീഫ, തഖറഉ വായിക്കുന്നു സൈനബ്, സൈനബ് വായിക്കുന്നു അസ്സഹീഫ പത്രം. അവിടെ തഖറഉ എന്നത് ഫീലും അതിന്റെ ഫായില് സൈനബും ആണ്. സൈനബ് ഫായിലായി വന്നതുകൊണ്ടാണ് തഖറഉ എന്ന ഫീല് ഉപയോഗിച്ചത്, താവോടുകൂടി. സ്ത്രീലിംഗമാകുമ്പോൾ വെർബിനെയും സ്ത്രീലിംഗം ആയിട്ട് ഉപയോഗിക്കണം, തഖറഉ. ഇനി അവിടെ ഖാലിദ് ആയിരുന്നെങ്കിൽ യഖറഉ ഖാലിദ് എന്ന് പറയുകയുള്ളൂ. യഖറഉ ഖാലിദ്, തഖറഉ സൈനബ്, അങ്ങനെയാണ് പറയാം. ഇനി ശരിബൽ മരീദു ദവാ, ശരിബൽ മരീദു രോഗി കുടിച്ചു, അദ്ദവാ മരുന്ന്. ശരിബ എന്നത് ഫീലാണ്, മരീദു എന്നത് ഫായിലാണ്. യദ്ഹബു തിൽമീദാനി ഇലാ റൗളത്തിൽ അത്ഫാൽ, യദ്ഹബു തിൽമീദാനി രണ്ട് കുട്ടികൾ, രണ്ട് വിദ്യാർത്ഥികൾ പോകുന്നു, ഇലാ റൗളത്തിൽ അത്ഫാൽ കിൻഡർ ഗാർട്ടനിലേക്ക്.
അവിടെ യദ്ഹബു എന്നത് ഫീലാണ്, തിൽമീദാനി എന്നത് ഇതിന്റെ ഫായിലാണ്. അപ്പൊ ഫീല് ഫായില് എന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. രണ്ടാമത്തേത് അക്മിലിൽ ജുമലൽ ആത്തിയ ബിൽ അഫ്ആലിൽ മുനാസിബ. യോജിച്ച ഫീലുകൾ ചേർത്തുകൊണ്ട് ആ കൊടുത്ത സെന്റൻസുകളെ നിങ്ങൾ പൂർത്തിയാക്കണം. ഒന്നാമത്തേത് ഡാഷ് അൽ ബറദു. ബറദ് എന്ന് പറയുമ്പോൾ തണുപ്പ് എന്നാണല്ലോ. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ളൊരു ഫീല് നിങ്ങൾ കൊടുക്കണം. ഇഷ്തദ്ദൽ ബറദു എന്ന് കൊടുക്കാം. തണുപ്പ് വളരെ ശക്തമായി എന്ന് പറയാം. ഇഷ്തദ്ദൽ ബറദു. ഡാഷ് അൽ വർദത്തു. വർദത്ത് എന്ന് പറഞ്ഞാൽ റോസാപ്പൂ എന്നാണ്. അപ്പോ തഫത്തഹത്തിൽ വർദത്തു. റോസാപ്പൂ വിടർന്നു എന്ന് പറയാൻ തഫത്തഹത്തിൽ വർദത്തു. അല്ലെങ്കിൽ തഅത്തറത്തിൽ വർദത്തു. റോസാപ്പൂ പരിമളം പരത്തി എന്ന് പറയാം. പക്ഷെ വർദത്ത് എന്നുള്ളത് അവിടെ ശ്രദ്ധിക്കേണ്ടത്, വർദത്ത് മുഅന്നസ് ആണ്. അതുകൊണ്ട് തന്നെ ഫീല് മുഅന്നസ് ആയിട്ട് ഉപയോഗിക്കണം. ഇനി അൽ അസദു ഫിൽ ഗാബ. അൽ അസദു ഫിൽ ഗാബ. യഈഷുൽ അസദു ഫിൽ ഗാബത്തി. സിംഹം കാട്ടിലാണ് ജീവിക്കുന്നത്. യഈഷുൽ അസദു ഫിൽ ഗാബത്തി. ഡാഷ് സഈദുൻ ഹിവായത്തസ് സിബാഹത്തി. സിബാഹത്ത് എന്ന് പറഞ്ഞാല് നീന്തൽ എന്നാണല്ലോ. നീന്തൽ എന്ന ഹോബിയെയാണ് സയ്യിദ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാൻ യുഹിബു ചേർത്താൽ മതി. യുഹിബു സയ്യിദ് ഹിവായത്തസ് സബാഹത്തി. യുഹിബു. അടുത്തത് അൽ അഷ്ജാറു ഫി ജാനിബി ത്വരീഖ്. ഡാഷ് അൽ അഷ്ജാറു ഫി ജാനിബി ത്വരീഖ്. അഷ്ജാർ അറിയാം, വൃക്ഷങ്ങളാണ്. ഫി ജാനിബി ത്വരീഖ് വഴിയോരം, വഴിയോരത്ത്, വഴിയോരങ്ങളില് വൃക്ഷങ്ങൾ വളർന്ന് വലുതാകുന്നു എന്ന് പറയാൻ യൻമു എന്ന് ഉപയോഗിച്ചാൽ മതി. യൻമുൽ അഷ്ജാറു ഫി ജാനിബി ത്വരീഖി. മൂന്നാമത്തത് അക്മിലുൽ ജുമലൽ ആത്തിയ ബിൽ ഫായിലിൽ മുനാസിബ്. അവിടെ അനുയോജ്യമായ ഫായിലുകൾ ചേർത്തുകൊണ്ട് ജുംല പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഒന്നാമത്തത് തത്തുബഹു. തത്തുബഹു എന്ന് പറഞ്ഞാൽ പാകം ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു എന്നാണ്. തത്തുബഹു ഡാഷ് അത്വാമ. തത്തുബഹുൽ ഉമ്മു അത്വാമ, അല്ലെങ്കിൽ തത്തുബഹുൽ ബിന്തു അത്വാമ എന്ന് പറയാം. തത്തുബഹു ആയതുകൊണ്ട് താ കൊണ്ട് തുടങ്ങുന്നതായതുകൊണ്ട് മുഅന്നസ് ആയിട്ടുള്ള ഫായിൽ തന്നെ ചേർക്കണം. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ യുദാഫിഉ ഡാഷ് അൻ വത്തനിഹിം. യുദാഫിഉ ഡാഷ് അൻ വത്തനിഹിം. യുദാഫിഉ ഡിഫെൻഡ് ചെയ്യുന്നു, പ്രതിരോധിക്കുന്നു. അൻ വത്തനിഹിം അവരുടെ രാജ്യത്തെ എന്നാണ്. അപ്പോൾ അവിടെ അനുയോജ്യമായ ഫീല് കൊടുക്കണം. യുദാഫിഉൽ ജുനൂദു സോൾജിയേഴ്സ് പട്ടാളക്കാർ പ്രതിരോധിക്കുന്നു. അൻ വത്തനിഹിം അവരുടെ രാജ്യത്തെ. അടുത്തത് ഫാസ. ഫാസ ഡാഷ് ഫിൽ ഇംതിഹാനി. ഫാസ അൽ വലദു ഫിൽ ഇംതിഹാനി. ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ. സഅദത്ത്. സഅദത്ത് സഹായിച്ചു. അൽ ബിന്തു പെൺകുട്ടി. ഉമ്മഹ അവരുടെ ഉമ്മയെ. സഅദത്തിൽ ബിന്തു ഉമ്മഹ. അടുത്തത് ഇൻകസറ. ഇൻകസറ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയി എന്നാണ്. ഇൻകസറ അസ്സുജാജു. ഇൻകസറ സുജാജു ഗ്ലാസ് പൊട്ടിപ്പോയി. അപ്പോൾ ഒരു ഫീലിയ ജുംലയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ജുംലത്തുൽ ഫീലിയത്തു ജുംലത്തുല്ലത്തി തുബ്ദഉ ബിൽ ഫീലി. ഫീല് കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ് ഫീലിയ ജുംല എന്ന് പറയുന്നത്. അതിൽ ഫീല് ഫായിൽ എന്നീ രണ്ട് അടിസ്ഥാന ഘടകങ്ങളാണ് ഉണ്ടാകുക. പിന്നെ നമ്മൾ പറഞ്ഞത് ചിലപ്പോൾ ഫീലിലെ എന്തുണ്ടാകും, മഫ്ഊലു ബിഹി എന്ന് പറയുന്ന മൂന്നാമത്തെ എലമെന്റും കൂടെ ഉണ്ടാകും. അതൊന്നോ ഒന്നിലധികമോ ഉണ്ടാകും ഫീലിന്റെ ആശയത്തിനനുസരിച്ച്. പിന്നെ ഫീൽ എന്താണെന്ന് പറഞ്ഞു. അൽ ഫീലു കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫീലിൻ ഫി അഹദിൽ അസ്മിനത്തി സലാസ. മൂന്നാലൊരു കാലത്ത് നടന്ന ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന വാക്കിനെയാണ് ഫീല് എന്ന് പറയുക. മാദി, ഹാദിർ, മുസ്തഖ്ബൽ.
ഇതിൽ മുസ്തഖ്ബലിനും ഹാദിറിനും നമ്മൾ കോമൺ ആയിട്ടൊരു ഫീലാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ തന്നെ മുസ്തഖ്ബലിനെ പ്രത്യേകമായിട്ട് മുസ്തഖ്ബലിന്റെ ആശയം കൊണ്ടുവരാൻ സ അല്ലെങ്കിൽ സൗഫ ചേർത്താൽ മതി എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അതുപോലെ ഫായില് ഇസ്മിയ ജുംലയുടെ അല്ല ഫീലിയ ജുംലയുടെ രണ്ടാമത്തെ ഘടകമായ ഫായിലിനെ കുറിച്ച് പറഞ്ഞു. അത് മർഫു ആയിരിക്കും അതിന്റെ ഇറാബ്, റഫ് ആണ് അതിന്റെ ഇറാബ് എന്നുള്ളതും പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഏതാനും എക്സാമ്പിൾസും എക്സസൈസുകളും നമ്മൾ പരിചയപ്പെട്ടു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതോടുകൂടി ഈ ബ്ലോക്ക് അൽ ജുംലത്തുൽ അറബിയ എന്ന ഈ ബ്ലോക്കിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ജുംലയുടെ 2 ഇനങ്ങൾ, ഇസ്മിയ ജുംലയും ഫീലിയ ജുംലയും, അതിൻ്റെ ഘടനയും അത് രണ്ടിൻ്റെയും അടിസ്ഥാന ഘടകങ്ങളും ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അസ്സലാമു